അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് കുടിയിരിക്കലിന് കൊണ്ടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാക്കാക്കാണ്ടിട്ട്, അപ്പോൾ ഞാൻ കാർട്ടൂണിൽ ഇതൊക്കെ ബാക്കി വെക്കാച്ചിട്ടാണ്. കുറച്ചൊക്കെ ഉണ്ട് ആക്കാൻ, ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം. ഈ വീഡിയോ ലെങ്ത്ത് കൂടി പോകും, അതുകൊണ്ട് കുറച്ച് കാണിച്ചു തരാം. ബാക്കി പിന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കട്ടോ. അപ്പോൾ ഇത് പരിപ്പാണ്. പരിപ്പ് ഇങ്ങനെ അളക്കിൽ എല്ലാത്തിൻ്റെയും പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കൊടുന്ന് കഴുകി ഉണക്കി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കിയാണ്. പിന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടാണ്ട് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ കടലയും പരിപ്പും പയറും ഗ്രീൻ പീസും ചെറുപയറും എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലാതും നമ്മൾ ആ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി, ഇത് ചായപ്പൊടിയാണ്, പെറുക്കിയിടണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഓരോ കാർട്ടൂണ് പൊട്ടിച്ചാണ് നമുക്ക് ഓരോന്നിൻ്റെ സ്ഥാനത്തപ്പം മാറ്റി വെക്കാമല്ലോ. അത് പട്ട കേട്ടോ, അത് ചെറിയ ജീരകം, അത് കറാമ്പുവാണ്, പിന്നെ അത് ഏലക്കായാണ്, പിന്നെ അത് വലിയ ജീരകമാണ്, അത് ഉലുവ, പിന്നെ ഇത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഇങ്ങനെ കുപ്പിയിൽ എല്ലാതും ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പം ഇനി ഒരു ബുദ്ധിമുട്ട് വരല, കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ അവിടെ ഇട്ടാണ്ട് പിന്നെയും ഇങ്ങനെ ഓരോ ആൾക്കുകളും പാത്രത്തുകളും ആക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാതും നമ്മൾ അതിൻ്റേതായ പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി കൊണ്ടുപോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ വെച്ച് നോക്കുകയാണ്, വെച്ചിട്ട് മൂടാൻ പറ്റണില്ല കാർട്ടൂൺ. അപ്പോൾ ഇനി അതിൽ നിന്ന് ആ റോസ് മൂടിയുള്ള പാത്രം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് കുപ്പിയോടെ രണ്ടും കൂടെ കവുത്തി വെച്ച് കൊടുക്കണം. അപ്പോഴേ അത് മൂടാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ പൊന്തിക്കുകയാണ്, നമുക്ക് ഒട്ടിക്കാനൊന്നും പറ്റൂല. ഒട്ടിക്കാൻ പിന്നെ നമ്മൾ വണ്ടിക്ക് എടുത്ത് വെക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അതിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ കെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അത് ഉയർന്നു, ഒന്ന് പഞ്ചസാരയാണ്. അപ്പോൾ ചിക്കൻ മസാല, പിന്നെ സാമ്പാറും പൊടി, പിന്നെ ജീരകം ബാക്കിയുള്ളതൊക്കെ പൊട്ടിക്കാത്ത അതിൽ വെച്ചാണ് ഞാൻ കഴിയുമ്പോൾ അവൾ അതിൽ ഇട്ടോട്ട് വെച്ചിട്ട്. സാമ്പാറും പൊടിയാണ് അതൊക്കെ. 2 പാക്കറ്റ് സാമ്പാറും പൊടി ഉണ്ട്. ഇനി അവൾക്ക് സാമ്പാർ വെക്കണമെങ്കിൽ വെച്ചോട്ടെ. അവൾ 2 കുട്ടികളും ഉള്ളൂ. പിന്നെ അവന് ആഴ്ചക്ക് ഒരു ദിവസം വന്നാൽ വ്യാഴാഴ്ച വന്നാൽ വെള്ളിയാഴ്ച അവർ പോവും, അല്ല ശനിയാഴ്ച രാവിലെ. പിന്നെ അടുത്ത് തന്നെയാണ് എല്ലാവരും ഉള്ളത്. തറവാട് മുറ്റത്ത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും കിടക്കുക, പോവാ വരാം. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ആ കാർട്ടൂൺ ആക്കി കഴിഞ്ഞ് അടുത്ത കാർട്ടൂൺ നമുക്ക് ഇത് പൊട്ടണതാട്ടാ. പൊട്ടണ ഒരു പാത്രത്തിലാക്കാച്ചിട്ട്. ഇത് ഉപ്പാണ്. ഞാൻ ഒരു പാക്കറ്റ് ഉപ്പ് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 1 കിലോ ഉള്ളു. അങ്ങനത്തെ പാത്രമാണ്, ഭരണിയാണ്. അതിൽ പുളിയാണ്. പുളി ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതിന് കുപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങണതിന് ഒരു പേപ്പർ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ കുപ്പികൾ തമ്മിൽ തട്ടിയിട്ട് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യണത്. അത് ചായപ്പൊടിയാണ്, കുരുമുളക് എന്തോ ആണ്. അത് കുരുമുളകാണ് ആ പൊട്ടണ പാത്രത്തിലുള്ളത്. ചായപ്പൊടി നമ്മൾ മറ്റേ പാത്രത്തിൽ എടുത്ത് വെച്ചില്ലേ. പേപ്പർ ഓരോന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടണ ഇതല്ലേ. പൊട്ടി നമ്മൾ ഇതാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു കാര്യം ഉണ്ടാവില്ല. സാധനം നഷ്ടപ്പെടും. കുറേ സാധനങ്ങൾ നമുക്ക് ആക്കാണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നിറച്ച് എല്ലാം പാക്കാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. ബാക്കിയൊക്കെ ചവിട്ടി, പായി, വേറെയുള്ള കുക്കറുകൾ, മിക്സി, ഇതൊക്കെ വേറെ ഉണ്ട് അവിടെ കേട്ടോ. അത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഇതുപോലെ തന്നെ നമ്മൾ കുപ്പിയിലാക്കിയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ രാവിലെ പിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതെടുക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാമല്ലോ. അത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. ഇതൊക്കെ പൊട്ടണ കുപ്പിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു കാർട്ടൂണിൽ തന്നെ ആക്കിയാൽ പിന്നെ നമുക്ക് അതിന്മേൽ ഒരു പേര് എഴുതി കൊടുക്കണം. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് അറിയില്ല ഏതിലാണ് പൊട്ടണതെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. മേൽഭാഗത്തേക്ക് വെക്കേണ്ടി വരും.
താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റേ കാർട്ടൂണൊക്കെ അതിൻ്റെ മേലെ വെച്ചാൽ പൊട്ടിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് മാത്രം ഇതിൽ വെക്കുന്നത്. ഇത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോ പാത്രത്തിലാക്കിയാൽ പിന്നെ അപ്പം വെച്ച് ഇതാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊള്ളണില്ല, കൊള്ളിച്ച് വെക്കുകയാണ്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെക്കണ അതിൽ വെക്കാൻ പറ്റില്ല, പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പണിയായി മാറി. അതിൻ്റെ മേലെ പേപ്പർ വിരിച്ചാണ്ടൊന്ന് കെടുത്തി വെച്ച് കൊടുക്കാച്ചിട്ടാണ്. അപ്പോൾ വേറൊരു പാത്രം റോസ് ഉണ്ടായിരുന്നില്ല, അതാണിത്. അതിൽ നമ്മൾ ഈസ്റ്റ്, കോഴി കളറ്, കായം ഇതൊക്കെയാണ്. ഇനി അവിടെയും ഇവിടെ ഇട്ടിട്ട് നമ്മളിനി പെറുക്കിയിടുമ്പോൾ കാണാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തത്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രം വാങ്ങിയിട്ട് ഒരു പാത്രമാണത്. അതങ്ങനെ ആയി. ഇനി അതിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ സാധനം അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടും തന്നെ ഓരോന്നിനും നമുക്ക് നേരം പോലത്ത് നമ്മളെ വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ ഇതിന് തയ്യാത്തന്നെ വാങ്ങാൻ പോക്കും ചെയ്യലും. പിന്നെ ചൂടും അല്ലേ, എന്താണ് ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടില്ലേ, നമുക്കൊന്നിനോടൊരു ഇതില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അവിടെ പോയി എന്നാൽ വേഗം കുറച്ച് നേരം കുളിച്ചാണ്ട് കിടക്കുക എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തോടെയാണ് പോയോടത്ത് തന്നെ ഓടി വരല്. അത് മുളക് പൊടി ഇട്ട അത് ആ സൈഡിൽ ഒരു ഗ്യാപ്പുണ്ട്, ഒരു കുപ്പി വെക്കാനുള്ള. അപ്പോൾ അതവിടെ വെച്ച് ഇതിങ്ങനത്തെ പൊട്ടണ കുപ്പി 4-നാണ്. അപ്പം അത് ഇതൊന്നും ഇങ്ങനെ കെടുത്തി വെച്ച് കൊടുക്കണം. എന്താ മൂടിയൊക്കെ നല്ല ഉറപ്പുണ്ട്, നമ്മൾ തിരിച്ചിറക്കണ മൂടി ഇട്ട പൊട്ടണ കുപ്പിയാണെങ്കിലും. ഇതൊരു ഗോൾഗറ്റാണ്. പിന്നെ നമ്മൾ വേറെ 2 ഗോൾഗറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് RCMൻ്റെയാണ്. ഇത് രാവിലെ എണീച്ച പാട് പല്ലേക്കലാണ് പച്ച. പിന്നെ മറ്റേത് ചുവന്നത് നമ്മൾ കെടുക്കുമ്പോൾ പല്ലേക്കണം കേട്ടോ. അത് 2 RCM കമ്പനീൻ്റെയാണ്. നല്ല ഗോൾഗറ്റാണ്. പല്ലിന് മാണവീക്കോ രക്തം വരലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും. ഇത് നമ്മളെ പേരക്കുട്ടികൾക്ക് 2ആൾക്കുള്ള ബ്രഷാണ്. അപ്പോൾ പല്ല് വേദനയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറേയൊക്കെ ഒരു നീരിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗോൾഗറ്റ് കൊണ്ട് പല്ല് വെച്ചാൽ മാറിക്കിട്ടും. ഞങ്ങളിവിടെ സ്ഥിരം കൊണ്ട് തേക്കണതാണ്, അതുകൊണ്ടാണ് അത് വാങ്ങിയാണ്ട് അവൾക്കൊന്ന് വെച്ചത്. പിന്നെ അവൾക്കും അവളെ പുതിയാപ്പൾക്കുള്ള ബ്രഷാണ് മറ്റത്. അപ്പോൾ ഇത് ശരിയായിട്ടാണ്. ഇനി അടുത്ത കാർട്ടൂണിൽ നമുക്ക് നോക്കാം. അത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി നമ്മൾ പാത്രത്തിൽ ഇട്ടതിൻ്റെ ബാക്കി 2 കിലോഗ്രാം പാൽപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഓട്സാണ്. ഓട്സ് ഞാൻ പിന്നെ കവറ് പൊട്ടിച്ചിട്ടില്ല, ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചോട്ടെ വിചാരിച്ചാണ്ട്. അത് ബസ്മതി അരിയാണ്. എപ്പോഴെങ്കിലും മന്തി എന്തെങ്കിലും വെക്കണമെങ്കിൽ കൂടി ഉണ്ടാകുമ്പോൾ വെച്ചോട്ടെ. ഇത് മക്രൂണി, എല്ലാതും 2 കിലോ ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അത് മൈദയാണ്. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടാണ്. അപ്പോൾ അതിലിടക്ക് വേറെ വലിയ പഞ്ചസാരൻ്റെ ബക്കറ്റ് ഉണ്ട്, ഒന്ന് വെച്ച് വെക്കുകയാണ് ഇതിൽ കൊള്ളുമോ എന്നുള്ളത്. ഇത് കുറച്ച് എകരമുള്ള കാർട്ടൂണാണ്. അപ്പോൾ എകരമുള്ള ഇതിൽ വെച്ചാൽ ഇത് നല്ല ഇതാക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ 18 അടവ് നോക്കി വെക്കി, അത് ശരിയാകണില്ല. അപ്പോൾ നമ്മൾ പഴയ മയത്തിൽ തന്നെ അങ്ങോട്ട് അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ച് കൊടുത്താണ്ട് പിന്നെ അത് മാറ്റി വെച്ച് ഓരോന്നും ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ഒപ്പിച്ച് വെക്കുമ്പോഴത്തേനേ നേരം കുറേ. അപ്പോൾ ആദ്യത്തെ മയത്തിൽ തന്നെ അവിടെ വെച്ചാൽ ഒരു സൂർക്കക്കുപ്പിയും കൂടെ ആ ഇടയിലവിടെ വെച്ച് കൊടുക്കും. പിന്നെ ഞാൻ നോക്കിയത് എന്താണ്, ഓയിൽ വെക്കാനാണ്. പക്ഷേ ഓയിൽ വെക്കാൻ കഴിഞ്ഞില്ല. ഇതും RCM കമ്പനീൻ്റെയാണ്, തവിടെണ്ണയാണിത്. ഇത് നമുക്ക് നല്ലതാണ്. നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല, പേരില്ലാതെ ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയാണ്. അപ്പോൾ അതും അധികം വെക്കാൻ നോക്കിയതാണ്. പക്ഷേ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ എണ്ണ അല്ലേ, അപ്പോൾ വെണ്ണകളെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇടാൻ വിചാരിച്ചാൽ അത് അവിടെ നിന്ന് മാറ്റിയിട്ടാണ്. ഇനി ഇത് അവലാണ്. അവലും പേരക്കുട്ടികൾക്ക് അവൾക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇനി ഉണ്ടാക്കി തിന്നണമെങ്കിൽ തിന്നോട്ടം ചോദിച്ചാൽ. ഇത് മഞ്ഞളാണ്. നമ്മൾ 1 കിലോ മഞ്ഞളാണ് വാങ്ങിയിട്ടുള്ളത്. അത് റവയാണ്. പിന്നെ അത് മുളകാണ്. മുളക് 2 കിലോ കേട്ടോ. മുളകും മല്ലിയും നമ്മൾ ഈ 2 കിലോ വാങ്ങി, മഞ്ഞൾ 1 കിലോ വാങ്ങി. അപ്പോൾ അതിൽ ഇനി വേറൊന്നും വെക്കാൻ കഴിയില്ല. അപ്പോൾ അതങ്ങനായിട്ട് ആ കാർട്ടൂൺ അങ്ങോട്ട് മടക്കിയാണ്ട് അത് നീക്കി വെക്കണം.
ഇനി അടുത്ത കാർട്ടൂണിൽ നമുക്ക് നോക്കട്ടോ. കാർട്ടൂൺ ഇങ്ങനെ കടയിൽ നിന്നേ കുറച്ച് മേടിച്ചു കൊടുക്കുന്നതാണ്. ഇത് പഞ്ചസാരൻ്റെ ഒരു ബക്കറ്റാണ് ഈ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കുകയാണ്. നമ്മൾ പഞ്ചസാര 20 കിലോ വാങ്ങിയത്. അപ്പോൾ പിന്നെ 10 കിലോത്തിൻ്റെ 2 ഇതിലാണ് ആക്കിയത്. നമ്മൾ പൊട്ടിച്ച പിന്നെ ഉപ്പിൻ്റെ ബാക്കി വേറെ കല്ലുപ്പുണ്ട് ഇതിൽ. ഞാൻ ഒരു ഭരണിയും കൂടെ വാങ്ങാൻ മറന്നിട്ടുണ്ട്, ഇനി വാങ്ങണം. പൊടിപ്പ് പുളിയാക്കിയപ്പോൾ അത് കഴിഞ്ഞു. കല്ലുപ്പാക്കാൻ വരണില്ല, വരണി വാങ്ങിയിട്ട് വാങ്ങണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓരോന്നും വാങ്ങണതിലെടുത്ത് ഓരോന്നും മറക്കണതാണ്. അപ്പോൾ അങ്ങനെ കുട്ടിക്കാത്ത ഉപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ കാർട്ടൂൺ പറഞ്ഞേക്കി കൊടുക്കട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് സോപ്പും പൊടി, സോപ്പ്, ബെനായിൽ ഇതൊക്കെയാണ്. തിരുമ്പണ ഇത്, പാത്രം കഴുകണത് ഒക്കെയാണ്. ഇനി കഴുകി വെക്കണേ പറഞ്ഞാൽ അത് എത്തിയിട്ടില്ല. അത് ഇതിൻ്റെ കൂടെ വെക്കാനുള്ളതാണ്. അത് ഞാൻ വേറെ ആളോട് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് എത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. സോപ്പ്, പിന്നെ സോപ്പാണിത്. നമ്മൾ 5 കിലോത്തിൻ്റെ സോപ്പും പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. സോപ്പ് 3 സൈസാന്ന് തോന്നുന്നു കടക്കാരെടുത്ത്. നമ്മൾ ബില്ല് കൊടുത്താണ് പോകുന്നതിന്. 3 സൈസിലുള്ള സോപ്പാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ സോപ്പാണ്. പിന്നെ നമുക്ക് വിമ്മിൻ്റെ കട്ടകൾ, അത് 10 12 ആണെന്ന് തോന്നുന്നു. എണ്ണിയൊക്കെ എല്ലാം അറിയാം. അഞ്ചെണ്ണീച്ചുണ്ട്. അപ്പോൾ 10 അതുള്ളത്. നമുക്ക് ബാർ സോപ്പാണ് വെക്കാനുള്ളത്. എപ്പോഴെങ്കിലും വരണ്ടി തിരുമ്പണം, കല്ലുമ്മ തിരുമ്പണം എന്നുണ്ടെങ്കിൽ ബാർ സോപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് 3 വാങ്ങി വെച്ചാണ്. ഞാനൊന്നും ബാർ സോപ്പ് ഉപയോഗിക്കലില്ല. നമ്മളൊക്കെ സോപ്പും പൊടി മാത്രമാണ് ഉപയോഗിക്കൽ. അത് വരുതാൻ തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യലില്ല. ഇത് പാത്രം കഴിക്കണ ലിക്വിഡാണ് കേട്ടോ. അത് ഡയമണ്ടിൻ്റെയാണ്. അവരോട് തന്നെയാണ് ഞാൻ കയ്യ് കള്ളവും പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ കറകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ 3 പെനോയിലാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല സ്മെല്ലുണ്ടെന്ന് അവർ പറഞ്ഞ്. ഞാൻ ആർപ്പിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരിത് വെച്ചാണ്. ആർപ്പിക്ക് ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പിന്നെ പേരന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ചൊക്കെ നിർത്തി ഒഴിവാക്കിയതാണ്. നമുക്കതും കഴിഞ്ഞ് ഇനി അടുത്ത കാർട്ടൂൺ കൂടെ നോക്കട്ടെ. അത് ഓയിലാണ്. ഓയിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാണ്. ചെറിയൊരു കാർട്ടൂണിൽ 3 തവിടെണ്ണയും 3 ഓയിലുമാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ട് 10 ലിറ്റർ. പിന്നെ എള്ളെണ്ണ 2 ലിറ്ററും ഉണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയാണ്. ഇതും 6 കൂടെ നമുക്കൊരു ഇതിലാക്കി വെക്കാം, ചെറിയൊരു കാർട്ടൂണിലേ. പിന്നെ പൊട്ടി പോകുന്നുള്ള പേടിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റായിട്ടാണ്. നമുക്ക് അതിലിടക്ക് ഞാൻ പലമ ഇരിക്കണോടത്തുനിന്ന് പൻ്റെ കാല് പൊട്ടി ഞാനൊന്ന് താഴ്ത്തിയിരുന്നു വീട്ടാണ്. അതാണ് ഒന്ന് സ്റ്റക്കായത്. പൻ്റെ കാല് പൊട്ടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതും നമുക്ക് സെറ്റായി. ഇനി നമുക്ക് അടുത്തത് അടുത്ത പ്ലേറ്റാണ് നമുക്ക് വെക്കാനുള്ളത്. ഈ ചോറ് വിളമ്പണ പ്ലേറ്റ് 3 ഉണ്ട് കേട്ടോ. അവൾ കറുപ്പ് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കറുപ്പ് വാങ്ങിയതാണ്. ഒരു കറുപ്പ് പ്ലേറ്റാണ് വേണ്ടിയതെന്ന്. അപ്പം അങ്ങനെ നമ്മൾ കറുപ്പ് പ്ലേറ്റാണ് വാങ്ങിയത്. അപ്പോൾ അത് 3 ഉണ്ട്. ഈ പ്ലേറ്റ് 8 വാങ്ങിയിട്ടുള്ളത്. അവളെ ടേബിളിന് 8 കസാല എന്നാണ്. അപ്പോൾ പിന്നെ ഒരു കടക്കാരറിഞ്ഞ് 8 മതി, അത് ഒരു സെറ്റാക്കി വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ 8 ആക്കി വെച്ചു. ഞാൻ ഒരു 12 വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അത് ഓടുന്നത്. 12 ആക്കിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ചിക്കനും മീനൊക്കെ പൊരിച്ചിടാൻ പറ്റിയ തട്ട് ഇത് 6 ഉണ്ട്. അടുത്തോ അങ്ങനെ 6 വാങ്ങിയിട്ടുണ്ട്.
പിന്നെ അതിലേക്കുള്ള വലിയ ജാറ് 3 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ കുറച്ചും കൂടെ വലിപ്പം കുറവുള്ള ജാറ് 3 വേറെയുണ്ട്. അതിൻ്റെ അത്ര തന്നെ ഇല്ല, വീഡിയോയിൽ കാണുമ്പോൾ അറിയുകയാണ്. പിന്നെ നമ്മൾ കച്ചമ്പർ ഉള്ളി ഇതൊക്കെ എടുക്കാൻ ഒരു 4 ചെറിയ, അതിനെക്കാട്ടും ചെറിയ ജാറ് 4 വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4 ഉണ്ട് കേട്ടോ. അതിലേക്ക് 4 സ്പൂണും വാങ്ങിയിട്ടുണ്ട് അതേമാതിരത്തെ. പിന്നെ അതിലേക്കുള്ള കയ്യിൽ കോരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഇത് പിന്നെ നമ്മൾ വേസ്റ്റ് എടുക്കാനുള്ളതാണ്. അപ്പോൾ ടേബിൾ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക വെച്ചിട്ട് അത് 2 വാങ്ങിയതാണ്. എല്ലാതും കറുപ്പായിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ കറുപ്പ് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ 4 സ്പൂണാണിത്. പിന്നെ ഇത് കയ്യിലുകളാണ്, ഇനിയുണ്ട് കയ്യിൽ കേട്ടോ ആ കറുപ്പ്, അത് വേറെ ഇതിൽ പെട്ടപ്പോൾ. ഇനി കോരിയുണ്ട് കേട്ടോ, നമ്മൾ സാധാ കോരീൻ്റെ മോഡൽ കോരിയുണ്ട്, പിന്നെ മറ്റേ കയ്യിലിൻ്റെ മോഡലുള്ള കോരിയുണ്ട്, കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് സെറ്റായിട്ടാണ്. ഇതിലേക്കൊരു ചായൻ്റെ ട്രേ ഉണ്ട്, അത് ഞാൻ വെളുത്തത് അടുത്തത്, ഇപ്പോൾ അതും കറുപ്പാവണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആ കാർട്ടൂൺ നമുക്ക് സെറ്റായി. നമുക്ക് അടുത്ത കാർട്ടൂൺ നോക്കട്ടോ. മക്കളെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് നമ്മളെ വീഡിയോ, എന്നിട്ട് നമ്മൾ മുഴുവൻ സാധനമൊന്നും കാണിച്ചിട്ടില്ല, അങ്ങനെ വിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്റ്റീൽ പാത്രങ്ങളാണ് വെക്കുന്നത്. ഒരു തളിക കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു തളിക കേട്ടോ. അപ്പോൾ അത് 1 വാങ്ങിയിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ വിചാരിച്ചു, നിങ്ങൾ വാങ്ങിയിട്ട് പിന്നെ അതൊന്നിപ്പോൾ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. ഇത് 6 പ്ലേറ്റാണ്. വീട്ടിൽ ഉപയോഗിക്കാൻ നല്ലതല്ല മറ്റേ അതിനെക്കാട്ടിയൊക്കെ. 6 ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെമ്പട്ടി കേട്ടോ. നിങ്ങൾ വീഡിയോ കാരണമായില്ല, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുതുണ്ട്. ഇതിനൊക്കെ മൂടിയുണ്ട് കേട്ടോ. മൂടിയൊക്കെ നമ്മൾ വേറെ അങ്ങോട്ട് വെച്ചാണ്. ഇനി അതിൻ്റെ ചെറുതൊരു ഡബറുണ്ട്, അങ്ങനെ 4 ഡബറാണത്. ഇതിനൊക്കെ മൂടിയുണ്ട്. പിന്നെ നമ്മൾ കറി വെക്കാൻ പറ്റിയ അതൊന്ന് വെച്ച് നോക്കിയാണ്. ഒരു എന്തെങ്കിലുമൊക്കെ കാലം വെച്ചിട്ട് കറി എടുക്കാൻ പറ്റിയ 3 ഡബറ വേറുണ്ട്. പിന്നെ വേറെ 2 ഡബറയും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതിൽ ചെറുത്ത്. നമ്മളെപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നല്ലത്. മറ്റൊക്കെ എത്ര ആയാലും കുറേ കഴിയുമ്പോൾ പൊട്ടുക ഏതാകുക എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ ഇതൊന്ന് നമ്മൾ തേച്ച് കൊണ്ടിടക്കണതനുസരിച്ച് അതേ വൃത്തിയിലുണ്ടാവും. നമുക്ക് ചൂടുള്ളതൊക്കെ വേഗം നമ്മളൊറ്റക്കൊക്കെ ആകുമ്പോഴൊക്കെ ചെയ്യാനൊക്കെ നല്ലത്. പിന്നെ ചെറിയ 3 ഇത് അച്ചാറെടുക്കാൻ പറ്റിയ അങ്ങനത്തെയൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീം അതുപോലെ കോരി തിന്നാൻ. പിന്നെ 3 ഇങ്ങനത്തെ ചെറുത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തട്ടുകൾ ഇതാ ഞാൻ പറഞ്ഞില്ല, അതിന് മൂടാൻ പറ്റിയ തട്ടുകളാണ്. വേറെ ഉള്ളതിനും ഉപയോഗിക്കാം. അപ്പോൾ അതിനും കണക്കാക്കിയിട്ടാണ് ഞാൻ അതേ ഭാഗം നോക്കിയിട്ട് 2 ഇട്ടിട്ടാണ്. അത് 2 ഇട്ട് ചെറുത്. പോണ മുന്നേ എല്ലാതും ഇങ്ങനെ കുറേശ്ശെ ഓരോന്ന് ഒതുക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണ ടൈമിലല്ലോ കൂടെ ഇവിടുന്ന് പെടണ്ടല്ലോ എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ ആക്കണത്. അതിൻ്റെ മേലത്തേൻ്റെ മൂടിയിട്ടത് വലിയൊരു മൂടിയാണ്. പിന്നെ വേറൊരു മൂടിയുള്ളൊരു പാത്രം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് കറിയൊക്കെ ഒഴിച്ചേക്കാനോ ഉപ്പേരി ഒഴിച്ചേക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ വലുത് അവളോട് പറയും, വലുത് എനിക്കാണ്ട് അങ്ങനത്തെ എന്നുള്ളത്. അത് വാങ്ങിയില്ല, ഞാൻ അവളോട് ചോദിക്കാതെ വാങ്ങി വെച്ചതേ. പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാലോ, സ്പൂണ് പോലത്തൊക്കെ ഉണങ്ങിട്ടൊക്കെ അങ്ങനത്തെ സാധനം വേറെ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് പെന്ന് ഇടണമെങ്കിൽ പെന്നും ഇതൊക്കെ കളറൊക്കെ ഇട്ടുകൊടുക്കാം. കണ്ടപ്പോൾ ഒന്ന് അധികം വാങ്ങിയിട്ടാണ്. നമുക്ക് അടുത്ത ഭാഗത്ത് വെച്ച് വെക്കട്ടോ. ഇതൊരു കഞ്ഞിപ്പാത്രം പോലത്തെ 2 പാത്രമാണ്. അപ്പോൾ അത് ഞാൻ ഇനി എന്തിനെങ്കിലുമൊക്കെ നമ്മൾ മീനോ ഇതൊക്കെ മുറിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ 2 ചായപാത്രം ഉണ്ടാവും. ഒന്ന് വലുതും പിന്നെ ഒന്ന് ചെറുതുമാണ്. അപ്പോൾ അവളും കുട്ടികളും ഒറ്റക്കാകുമ്പോൾ ചെറിയതിലും ഉപയോഗിക്കാം.
പിന്നെ ചെറിയൊരു കുടുക്ക വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മോനെ സ്കൂളിൽ പോകുമ്പോൾ രണ്ടാൾ സ്കൂളിൽ പോകുമ്പോൾ ചോറൊക്കെ വെക്കണമെങ്കിൽ അതിൽ വെച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു കുടുക്ക വാങ്ങിയിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ജഗ്ഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ജഗ്ഗാണ്. പിന്നെ 2 കപ്പ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ എടുക്കാനും മാറ്റാനൊക്കെ നല്ലതല്ലേ. ആക്കിയിട്ട് ഒന്ന് ചെറുതും ഒന്ന് അതിൻ്റെ വലുതുമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഗ്ലാസ് വെക്കണം മറ്റേ ചെറുത് പൊന്തിച്ചെക്ക്. പിന്നെ ഗ്ലാസ് അധികം ഒരു 6 ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ തന്നെ. ഗ്ലാസ് നന്ന വലുതുമല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആ കുടുക്കൻ്റെ മൂടി ഇട്ടത് അത് വെക്കാൻ മറന്നാണ്. നമ്മൾ നായും പൊടിയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട്, അല്ല അരിയും പൊടിയൊക്കെ അളക്കാൻ വേണ്ടി നായിയാണ്. പിന്നെ 2 കപ്പ് പോലത്തെ ഇത് സ്റ്റീലിൻ്റെ തന്നെ വാങ്ങിയിട്ടുണ്ടായി. കുട്ടികൾക്ക് രണ്ടാൾക്കും കൂടെ വെള്ളം കുടിക്കാനായിട്ട്. ഒരാൾക്ക് കൊണ്ടുപോയാൽ രണ്ടാൾ കൂടെ തല്ലുണ്ടാക്കും. രണ്ടാൾക്കും ഒരേമാതിരി കോട്ടേജിൽ അങ്ങനെ വാങ്ങിയതാണ്. ഇനി ചെറിയ പിന്നെ ഇപ്പം നമ്മൾ അച്ചാറും അതുകൂടെയൊക്കെ എടുക്കാൻ പറ്റിയതാണ്. പിന്നെ ഇത് നമ്മൾ ഇറക്കി വെക്കണ പരികയാണിത്. അത് 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഒരു 2 പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലേറ്റ്. പിന്നെ രണ്ടാളും അതിന് തിന്നോളൂ അത് വിചാരിച്ചിട്ട് അവർക്കൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ല. അതങ്ങനെ അതുമായി. പിന്നെ പച്ചക്കറിയൊക്കെ ചെത്തി കൊടുക്കാൻ അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചൂടുള്ള ഇറക്കി എടുക്കാനൊക്കെ നല്ലതാണ്. പൊരിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അതിനൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ കോരി സ്പൂണ് അങ്ങനത്തെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതാണ് കാണാത്തത്. എടുക്കുന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ സൈസിൽ സ്പൂണുകൾ, വലിയ സ്പൂണ് ഒരു 6 എടുത്തിട്ടുണ്ട്. ഇത് ചായ അരിപ്പാണ്. ഇത് നമ്മളെ നൂല് പുട്ടുണ്ടാക്കാൻ. പിന്നെ സ്റ്റീലിൻ്റെ 2 കോരി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഇത് നമ്മൾ നെക്സ്റ്റിൽ പോയപ്പോൾ ഓഫർ ഉണ്ടായിട്ടോ. കയ്യിൽ സ്പൂണ്, കോരി, ചട്ടകം ഇതെല്ലാതും കൂടെ 150 റുപ്യ, എത്ര ഒരു കണക്കാണ്, 190 റുപ്യൊക്കെ ഉണ്ട് 5 അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ ചെറിയ കോരി പോലത്തെ സാധനങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇതാക്കാനും അല്ലെങ്കിൽ ബീഫൊക്കെ വരട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഇതിൽ വെച്ചിട്ട് ശ്വാസത്തിൽ വെച്ചിട്ട് അത് കോരിയിടാൻ നല്ല സുഖമാണ് ആ സ്പൂൺ. പിന്നെ ഇങ്ങനത്തെ വലിയ സ്പൂണ് ഒരു 6 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്പൂൺ ഒരു 6 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്പൂൺ അത്. പിന്നെ ഫോക്ക് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊരു സെറ്റാണ്. അതും 6 തന്നെയാണ്. ഇത് വേറെ കോരിയല്ല, സ്പൂണും അല്ലാത്ത 2 ഉണ്ട്. പിന്നെ മറ്റേത് കയ്യിലും നമ്മളെ ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ചട്ടകം വാങ്ങിയിട്ടാണ്. പിന്നെ നമ്മളെ പപ്പടക്കോല്, പിന്നെ ബ്രഷൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ കേട്ടോ ബ്രഷും കുപ്പിയും കൂടെ ഉള്ള. പിന്നെ ഇത് വാങ്ങിയോണ്ട് പിന്നെ അത് വാങ്ങിയിട്ടില്ല. ഇത് കേടുണ്ടോ വാങ്ങിക്കോളൂ. പിന്നെ മരത്തിൻ്റെ ഒരു ചട്ടകാണത്. പിന്നെ കത്തി 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയൊരു കയ്യിലാണ് കേട്ടോ. അതിൻ്റെ ഇത് കയ്യിൻ്റെ ഭാഗം കണ്ടില്ല, ഞങ്ങൾ കാണാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചായയും പാത്രങ്ങളൊക്കെ ഇറക്കാനാണത്. ഇനി 2 ജോലിയുണ്ട്. കയ്യിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി കൊണ്ടുവന്ന് അപ്പം നമ്മളിങ്ങനെ തിരൂർക്ക് പോകുമ്പോഴേ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിയിരുന്നാണ്. അങ്ങനെ കയ്യിലും സ്പൂണൊക്കെ അങ്ങനെ ഓനായത്. പിന്നെ വേറെ ഒരു 6 കയ്യിൽ വാങ്ങിയിട്ടുണ്ട് ചെറുതായി. പിന്നെ സ്പൂൺ അത് നമ്മൾ അടുപ്പുകളിലിടാൻ വാങ്ങിയതാണ്. ഇട്ടതിൻ്റെ ബാക്കിയാണത്.
നമ്മളെ വെച്ചാണ്ട് കോരിക്കാനുള്ള അരിപ്പാണത്. അതിനത് വെക്കാൻ പറ്റണില്ല, നോക്കുകയാണ് വെക്കാൻ പറ്റുമെന്നുള്ളത്. അത് നമ്മളെ നാരങ്ങ പിയ്യണ സാധനമാണ്. അതൊക്കെ അധികം കണ്ടായി. ഇനി നമുക്ക് അധികം വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് വേറെ കാട്ടുള്ളിൽ വെക്കട്ടെ ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ 2 ഹെൽപ്പർമാരുണ്ട് കേട്ടോ. ഒന്നിൻ്റെ മോനും ഒന്ന് ആങ്ങളുടെ മോനാണ്. ഇനി അടുത്ത കാട്ടുള്ളിൽ നമുക്ക് ഇത് ഓട്ടമുള്ളൊരു പാത്രം കേട്ടോ, സ്റ്റീലിൻ്റെ. ഇത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീന ചട്ടിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി കേട്ടോ. ഇരുമ്പിൻ്റെ ഒന്ന് ചെറിയ ചട്ടി വാങ്ങിയിട്ടുണ്ട്, പിന്നെ മണ്ണും ചട്ടി ഒന്ന് ചെറുത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ അല്ല സ്പൂണ് ഇതൊക്കെ കത്തിയൊക്കെ ഇടണമെങ്കിൽ അതിലിടാച്ചിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ സ്പൂണും കയ്യിലൊക്കെ തൂക്കാനുള്ളത് വേറെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് അടങ്ങിക്കേ ഇതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരും നമ്മൾ അവിടെയും ഇവിടെ ഇട്ടാൽ. അപ്പോൾ അങ്ങനത്തെ ഓരോ പാത്രത്തിലാക്കിയാൽ പിന്നെ തിരഞ്ഞെടുക്കണ്ടല്ലോ. കത്തിരി ഇത് നമ്മളെ ഗ്ലാസ്സൊക്കെ വെക്കാനുള്ളതാണ്. വെച്ച് നോക്കുക കേട്ടോ, എങ്ങനെ ചെരിച്ച് വെക്കാനും പറ്റണില്ല. അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഉള്ളിൽ കണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ കയ്യിലൊക്കെ തൂക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അതങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മളെ ഒരലാണ് ഇട്ടത്, ഒരലും അമ്മിക്കുട്ടി, ഒരലിൻ്റെ കുട്ടി. അപ്പോൾ അതും അതിലായി. മറ്റേ അതിൽ കൊള്ളാതായപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചാട്ടത്. നമ്മൾ ഉരുളങ്കിഴങ്ങൊക്കെ ഉടക്കാനൊക്കെ പറ്റിയതാണത്. പിന്നെ കറിക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചിരട്ടക്കയിൽ വാങ്ങിയിട്ടുണ്ട്. വേറെ ഞാൻ പൊടി ഒഴിച്ചു കൊടുക്കാനും ഒരു കയ്യിൽ വാങ്ങിയിട്ടുണ്ട് ചിരട്ടക്കയിൽ. ഇത് നമ്മൾ പൊരിച്ച് കോരാനൊക്കെ അധികം വലിയ വലിപ്പമില്ലാത്ത കേട്ടാ. അത് ചെറിയ ചീനച്ചട്ടിയിലും വലിയ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് നമുക്ക് കോരാം. അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. തുടക്കം ചെയ്തു. നമ്മൾ ജ്യൂസ് അരിപ്പാണത്. അതും അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു വലിയൊരു ജഗ്ഗ് വാങ്ങിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ. പിന്നെ ഒരു ഇതും കൂടെ മരത്തിൻ്റെ ഒരു കയ്യിലും കൂടെ ഉണ്ട്, ചട്ടകം. എന്തെങ്കിലും ഇളക്കി കൊടുക്കണമെങ്കിലൊക്കെ ഫ്രൈ പാൻ്റെ പാത്രത്തിലേ. പിന്നെ ചെറിയ ഒരു പാത്രം കൂടെ ഉണ്ട്. നമ്മളെ മീനൊക്കെ കഴുകുക, ഇറച്ചി കഴുകാനൊക്കെ അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ വലുപ്പത്തിലുള്ള നല്ലൊരു പാത്രമാണത്. നല്ല ഇഷ്ടമായി എനിക്ക് ആ പാത്രം. അരിപ്പ പാത്രം പോലത്തെ നല്ലൊരു പാത്രം. കാലൊക്കെ ഉണ്ട് അടിയിൽ കേട്ടോ. പിന്നെ പ്ലേറ്റ് വെള്ളറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെക്കണ വാങ്ങിയതാണ്. ഇങ്ങനെ റാക്കിൻ്റെ അവിടെ നമ്മൾ പാത്രം കഴിക്കണ സിങ്ങിൻ്റെ എടുത്ത് വെച്ചാണ്ട് ഇങ്ങനെ മോറ് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ചാണ്ട് എടുത്ത് വെച്ചിട്ട് വെള്ളറ്റി കയ്യോളം അധികം വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ പൊടിയൊക്കെ അരിക്കാനുള്ളൊരു അരിപ്പ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ നാളാണിത്. ഓരോന്ന് ഒതുക്കി വെക്കുക കേട്ടോ. വെക്കാൻ പറ്റണില്ല, എങ്ങനെ ഇവിടെ വെക്കുക എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ്. ഓരോന്നും വെക്കുമ്പോൾ പിന്നെ നമുക്കിത് മൂടാൻ പറ്റണം. അതങ്ങനെ ഒരു ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി അത് 2 ചായപാത്രത്തിൻ്റെ മൂടികളാട്ടോ. ഞാൻ അതിൽ വെക്കാൻ മറന്നാണ്. അപ്പോൾ അത് ഇതിൽ വെച്ച് ഏതായാലും നമ്മളവിടെ പോയിട്ടൊക്കെ പൊളിച്ച് ഓരോന്നോരോ ഭാഗത്ത് വെക്കൂലേ. വേറെ കയ്യിലും കൂടെ ഉണ്ട്. ഇത് ഞാൻ പൊടി നമ്മൾ കലക്കി ദോശയും ഓട്ടയൊക്കെ പാരുമ്പോൾ ഇതുകൊണ്ട് പാരാലോ. ഇന്ന് കറിക്ക് ഉപയോഗിച്ചിട്ട് അതിനെക്കാട് ചെറിയ ഒരു കയ്യിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടേബിളൊക്കെ റാക്കൊക്കെ ഒന്ന് വടിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടാണ്. ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ എടുക്കേണ്ടി വരും, മൂടാൻ കഴിയണില്ല. നമ്മൾ പൊട്ടിക്കാനുള്ളതല്ലേ. അപ്പോൾ പോണ നേരത്തെ വരെ ഭയങ്കര പടാവും. കാരണം അതൊക്കെ ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ നമ്മളെ ആവില്ല, ചിലപ്പോൾ എല്ലാവരും കൂടെ എടുത്തൊക്കെ നല്ലപോലെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കാഞ്ഞാൽ പിന്നെ അത്
എല്ലാം കൂടെ കൊയമാന്തരൊക്കെ ഇടും. ഇനി അടുത്ത് ഞമ്മക്കാക്കട്ടെ. ഇത് നമ്മൾ കട്ട് ചെയ്യണ പല്ലൊക്കെ മാറ്റി കൊടുക്കൂലേ, ആ ബോർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്ലേറ്റ് വെക്കണതാണത്. അതതിലേക്ക് വേണ്ടി വെച്ചെടുക്കുക. എന്താ നമുക്ക് കാർട്ടൂണിലായി കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ കൊണ്ട് വാരിയിടാൻ കേട്ടോ. നല്ല സുഖമാണ് എടുത്ത് വെക്കാനും, വണ്ടിക്ക് എടുത്ത് വെക്കാനും വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കാനൊക്കെ സുഖമാണ്. പിന്നെ നമ്മളെ ജോപ്പറാണിത്. അത് ഞാൻ ഒന്ന് ചെറുത് നോക്കിയിട്ടാണ് വാങ്ങിയത്. നന്ന വലുത് വാങ്ങുമ്പോൾ തീരെ ശരിയാവണില്ല കേട്ടോ. ഇതിൻ്റെ ഇവിടെ വലുതുണ്ട് ചെറുതുമുണ്ട്. പക്ഷേ ചെറുതാണ് ഉഷാറായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചെറുത് നോക്കിയിട്ട് അവൾക്കൊന്ന് വാങ്ങിയതാണ്. ഇത് സോപ്പും ഇതൊക്കെ ബിമ്മൊക്കെ ഇട്ടുകൊണ്ട് പാത്രം കഴുകുമ്പോൾ ഇതാക്കാൻ വെച്ചിട്ടാണ്. പിന്നെ പാത്രം കഴുകാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എനിക്കിവിടെ വയ്ക്കാനുള്ളപ്പോൾ പാത്രം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെക്കുക അങ്ങോട്ട് വരുന്നത്. അത് അവൾ വേണ്ടതാണ്. ഇതിൻ്റെ എത്തുണ്ട്, വലിയ ഗുണമൊന്നും ഇല്ല കേട്ടോ. ഇത് നമുക്ക് കൈ തോത്താനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. പിന്നെ വേറെ സിങ്ക് ആയിരുന്നു, വേറെ ബ്രഷുണ്ട്. കമ്പി ഒന്നും കൂടെ ഉണ്ട്. 2 കമ്പിയാണ് വാങ്ങിയിട്ടുള്ളത്. അരിപ്പതിക്ക് വെക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. മറ്റേത് വെക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ എടുത്താണ്. ഇനി പുട്ടും കുറ്റിയും തൂക്കും ഉണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാതും ഇനി നമുക്ക് ലാസ്റ്റാണ്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാതും ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ, മേലൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് ഡ്രസ്സ് തിരുമ്പാനുള്ള നമ്മൾ അയച്ചിരുന്ന ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതിലേക്ക് ബാത്റൂമുകളുള്ള ക്ലോസറ്റ് വരുത്താനുള്ള ബ്രഷാണത്. അത് 3 എണ്ണം. പിന്നെ നമുക്ക് വെള്ളമൊക്കെ വടിച്ച് ഒഴിവാക്കണ്ടേ, കഴുകുമ്പോഴൊക്കെ തുണ്ടൊക്കെ വടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ ഒന്ന് വാങ്ങിയതാണ്. വടക്കോർത്ത് ഇങ്ങനെ സോപ്പ് ഇതൊക്കെ വെക്കണമെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വെച്ചോട്ടം വിചാരിച്ചുകൊണ്ട്. ഇത് മഫിൻ്റെ നൂലാട്ടാ. ഞാൻ ആ പരന്ന തുണി പോലത്തെ നൂലാണ് വാങ്ങിയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് നല്ല പിയ്യാനും ഇതാക്കാറൊക്കെ സുഖമാണ്, തിരുമ്പാനും ഒക്കെ സുഖമാണ്. ആ കയർ വിരി മാതിരിയല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതന്നെ വാങ്ങിയുള്ളൂ. ഇപ്പോൾ ഞാനും അതന്നെ ഉപയോഗിക്കണം. പിന്നെ കുടത്താളൊക്കെ എഴുതാൻ പറ്റിയൊരു ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബാത്റൂമിൻ്റെ നേരെ എഴുതാൻ പറ്റിയ ബ്രഷാണ് കേട്ടോ. അതിൻ്റെ കൂലി വേറുണ്ട് അവിടെ. അതങ്ങനെ അധികം ഊരിയിട്ടാണ്. ഒരു കത്തിരിയാണത്. ഞങ്ങൾക്ക് കുറേ കൂടി പോയിട്ടാണ് മക്കളെല്ലാവരും ക്ഷമിക്കുക. ഇത് നമ്മളെ കോട്ട് ചിക്കൻ പിന്നെ പണിയെടുക്കുമ്പോഴൊക്കെ കോട്ടിട്ടാൽ മാക്സി ഒന്നും തിരപ്പാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതാണ് ബാത്റൂമിലത്തെ അതിൻ്റെ കോല്. അത് ഈ കൊള്ളണില്ല. ഉച്ച നോക്കിയപ്പോൾ അതിനെക്കാട്ടും വലിപ്പമുണ്ടത്. പിന്നെ വെട്ടുത്തിയാണ് കേട്ടോ. വെട്ടുത്തിയൊക്കെ അവരൊക്കെ നല്ല പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡാണിത്. പിന്നെ അടിച്ചുട്ടി കാരണം മുറം. പിന്നെ നമ്മളെ ഒരു എണ്ണക്കുപ്പിയാണിത്. എണ്ണക്കുപ്പിയാണ് കേട്ടത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ജഗ് വാങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും എടുക്കണമെങ്കിൽ. പിന്നെ ചിരവാണിത്. എല്ലാവരും ഇങ്ങനെയുള്ള റാക്കുമ്പൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താണ്ട് ചിരണ്ടലല്ലേ, അപ്പോൾ അത് അങ്ങനത്തെ ഒന്ന് വാങ്ങിയതാണ്. ഇനി 2 പല, ഇനി മീനൊക്കെ മുറിക്കാൻ ഇരിക്കണമെങ്കിൽ ചെയ്തോട്ടം വിചാരിച്ചുകൊണ്ട് അതിന് 2 പലയും വാങ്ങിയതാണ്. പിന്നെ ഒരു കൊട്ട വാങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ കഴുകി ഊറ്റാൻ പറ്റിയ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കൊട്ട കേട്ടോ. വെയിലത്തൊക്കെ ഇടാൻ നമ്മൾ പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി വാങ്ങിയാണത്. പിന്നെ മേലെ എഴുതണ 3 ചകിരിയാണത്.
അങ്ങനെ അതൊക്കെ അതിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ടാ. ഇനി നമുക്ക് അടുത്ത ഇതിൽ കാണിച്ചു തരട്ടെ. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ കാണിക്കാൻ. അപ്പോൾ അതൊക്കെ ഇനി അടുത്തതിൽ കാണിച്ചു തരട്ടെ. അത് ക്ലാസ് കേട്ടോ. ഞാൻ 24 ക്ലാസ് വാങ്ങിയിട്ടുണ്ട്. 2 ക്ലാസ് ടൈപ്പും അല്ല 12 ക്ലാസ് ടൈപ്പും 12 കപ്പ് ടൈപ്പുമാണ് വാങ്ങിയിട്ട്. പിന്നെ ജ്യൂസ് ക്ലാസ്സും 6 വാങ്ങിയിട്ടുണ്ട്. അത് എണ്ണക്കുപ്പി കേട്ടോ. ഓയിൽ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് വെക്കാനേ അതിന് വേണ്ടി 2 അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൊടി, പച്ചരി ഇതൊക്കെ ഇങ്ങനെ ബക്കറ്റുകളിലാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊക്കെ ഇനി പിന്നെ കാണിച്ചല്ലോ കേട്ടോ. അപ്പോൾ നേരമില്ല, അപ്പോൾ കുറേതായി. പിന്നെ തേങ്ങാക്കൊള്ളി, കൈക്കോട്ട് ഒക്കെ ഉണ്ട്. പിന്നെ മാറോലട്ടിയൊക്കെ വേറെ അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും. അങ്ങനെ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത് നമ്മളെ ചട്ടി 2 ഞാൻ മയക്കി വെച്ചാടാ. ദോശച്ചട്ടിയും ഒരു ചെറിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണയൊക്കെ പറ്റി കഴുകി വൃത്തിയാക്കി നല്ല ചൂടാക്കി മയക്കി വെച്ചാണ്. അപ്പോൾ അതും അങ്ങനെ സെറ്റായിട്ടുണ്ട്. മൺചട്ടിയൊക്കെ നമ്മൾ ആദ്യം തന്നെ മയക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ മക്കളെ. ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ഇന്ന് കണ്ടവരെ നാളെ കാണില്ല, നാളെ കണ്ടവരെ മറ്റന്നാൾ കാണില്ല. അതാണ് നമ്മളൊക്കെ അവസ്ഥ. നമ്മളൊക്കെ അതൊക്കെ ആവേശം കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാതെ എല്ലാം റാഹത്തോടാക്കി തരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.